എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ തന്നെ ക്രിസ്മസിന് 19 സിനിമകളാണ് OTT റിലീസ് ചെയ്യുന്നത്. ഇതിന്റെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങാൻ പോകുന്നുവെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സിനിമ ലീക്കായി. ഇപ്പോൾ ഇതാ C5 ആണ് സൂക്ഷ്മദർശിനിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ 31 സൂക്ഷ്മദർശിനി C5-ൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കടകൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഹക്കീം, സോന, ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സൺനെസ്റ്റിൽ ഡിസംബർ 20 സിനിമയുടെ OTT പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് സിനിമ പോസ്റ്റ്പോൺ ചെയ്തു. ശേഷം കടകൻ എന്ന സിനിമയുടെ ഹിന്ദി വെർഷൻ യൂട്യൂബിൽ റിലീസാക്കി. ഇപ്പോൾ ഇതാ മലയാള വെർഷൻ ഇന്ന് രാത്രി വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ കുറിച്ചാണ്. ദിലീപ് നിതാപള്ളിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. തിയേറ്ററിൽ നിന്ന് മോശം പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. വലിയ ഹൈപ്പോട് കൂടി വന്ന സിനിമ പെട്ടെന്ന് പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം തങ്കമണി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ജനുവരി 1 സർപ്രൈസ് ആയിട്ട് തങ്കമണി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വൈദ്യുതി രണങ്ങൾ എന്ന തെലുങ്ക് സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ശിവരാജ് കുമാറാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ഇന്ന് ഈ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ, സണ്ണി, ചന്തു, അജു വർഗീസ്, ഡെയിൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ത്രയം എന്ന സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പോൾ ഇതാ മനോരമ മാക്സും ആമസോൺ പ്രൈമും സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 27 അല്ലെങ്കിൽ 31 ഈ ദിവസം ത്രയം എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബബിൾഗം എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. റൊമാൻറ്റിക്കൽ മൂവിയാണ്. മാനസ റോഷനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിംപ്ലി സൗത്ത് ബബിൾഗം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 27 സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് താനാര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാളം സിനിമയാണ്. കോമഡി മൂവിയാണ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായി. ദീപ്തി സതി, അജു വർഗീസ്, ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT മനോരമ മാക്സും ആമസോൺ പ്രൈമും വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 27 സിനിമയുടെ റിലീസ്. സിനിമ ഇറങ്ങി ഒരുപാട് വർഷമായി. ഇപ്പോഴാണ് സിനിമ OTT വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സ്വർഗവാസിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഡ്രാമ മൂവിയാണ്. സാനിയ, ഷറഫുദ്ദീൻ, RJ ബാലാജി, സെൽവരാഘവൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങി എല്ലാ ഭാഷകളിലും ഡിസംബർ 27 സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ 2 എന്ന സിനിമയെ കുറിച്ചാണ്. രശ്മിക മന്ദാന, അല്ലു അർജുൻ, ഫഹദ് ഫാസിലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ലീക്കഡ് പ്രിന്റ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യൽ OTT ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് പുഷ്പ 2 OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 30 നെറ്റ്ഫ്ലിക്സിൽ പുഷ്പ 2 റിലീസുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും അന്ന് തന്നെയാണ് റിലീസ്. സിനിമ ഇതിനോടകം തന്നെ 1500 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നാണ് ബറോസ് സിനിമ റിലീസായത്. മുഴുവനായിട്ടും 3Dയിലാണ് സിനിമ ഷൂട്ട് ചെയ്തത്. മോഹൻലാലിന്റെ ആദ്യത്തെ സംവിധാന സിനിമയാണ് ബറോസ്. ഇപ്പോൾ ഇതാ ബറോസ് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ ഹോട്ട്സ്റ്റാറിൽ ബറോസ് എന്ന സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് സ്ക്വിഡ് ഗെയിം 2 എന്ന സീരീസിനെ കുറിച്ചാണ്. ഇതൊരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ്. ഈ സീരീസിന്റെ റിലീസ് ഇന്ന് രാത്രിയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിൽ സ്ക്വിഡ് ഗെയിം 2 റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പക വിമാനം എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. സിജു വിൽസൺ, ബേസിൽ ജോസഫ്, ബാലു വർഗീസ്, ലെന തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പോൾ ഇതാ സൈന പ്ലേ പുഷ്പക വിമാനം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 1 സൈന പ്ലേയിൽ സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് അന്തകൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. പ്രശാന്ത്, സിമ്രാനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആഹ വീഡിയോസ് വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരിയിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഐ ആം കാതലൻ എന്ന സിനിമയെ കുറിച്ചാണ്.
നസ്ലിൻ, അനിഷിമ, ദിലീഷ് പോതനാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഗിരീഷ് ഏടിയാണ് സിനിമ സംവിധാനം ചെയ്തത്. പ്രേമലുവിന് ശേഷമാണ് കാതലൻ എന്ന സിനിമ തിയേറ്ററിൽ വന്നത്. പക്ഷേ സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കാതലൻ എന്ന സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഡിസംബർ മാസത്തിൽ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടായിരിക്കും കാതലൻ എന്ന സിനിമ OTT വരുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 1 കാതലൻ എന്ന സിനിമയുടെ OTT ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബുൽബുലൈ 3 എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. കാർത്തിക് വിദ്യാബാലനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഹൊറർ മൂവിയാണ്. ഈ സിനിമ ഡിസംബർ 27 OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അവരിപ്പോൾ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാത്രി ഓശാന എന്ന സിനിമ സർപ്രൈസ് ആയിട്ട് റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷ് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇതിനോടകം തന്നെ 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് മാർക്കോ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ ആമസോൺ പ്രൈമിൽ മാർക്കോ എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിവ്യ പിള്ളൈ, ഭാവന, ബാലു വർഗീസ്, ഗണപതി, വിനയ് ഫോർട്ട് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കോമഡി മൂവിയാണ്. പക്ഷേ നടികർ എന്ന സിനിമ തിയേറ്ററുകളിൽ 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാർ ആണ് നടികർ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി ആദ്യ വീക്കിൽ നടികർ എന്ന സിനിമയുടെ OTT ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന സിനിമയെ കുറിച്ചാണ്. അർജുന അശോകൻ, സംഗീത, അപർണദാസാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ലൊരു കൈയ്യടി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ആനന്ദ് ശ്രീബാലയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് സിനിമ റിലീസാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ജനുവരിയിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെ കുറിച്ചാണ്. റഹ്മാൻ, ബാബു ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ, പിഷാരടി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കോമഡി ഫാമിലി മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഒമർ ലല്ലു സംവിധാനം ചെയ്ത സിനിമയാണ് ബാഡ് ബോയ്സ്. ഇപ്പോൾ ഇതാ ഹോട്ട്സ്റ്റാർ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരിയിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 1 ഹോട്ട്സ്റ്റാറിൽ ബാഡ് ബോയ്സ് റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ്, നമിത പ്രമോദ്, ബേസിൽ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരു ബാഡ്മിന്റന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇത് സൈനാപ്ലേ കപ്പ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ സൈനാപ്ലേയിൽ OTT റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 31 കപ്പ് എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ്, തമനയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ദിലീപ് ഒരു ഗാങ്സ്റ്റർ ആയിട്ടാണ് ബാന്ദ്ര എന്ന സിനിമയിൽ വന്നത്. ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ആമസോൺ പ്രൈം കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ സർപ്രൈസ് ആയിട്ട് ബാന്ദ്ര വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ജനുവരിയിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ഹൊറർ സിനിമയാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. ഭാവനയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. അനുമോഹൻ, അതിഥി രവി, കോട്ടയം നസീർ, സെഞ്ചി പണിക്കർ തുടങ്ങിയവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ക്രിസ്മസ് ദിനത്തിൽ സർപ്രൈസ് ആയിട്ട് ഹണ്ട് എന്ന സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ ഇതുവരെ റിലീസാക്കിയിട്ടില്ല. പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാത്രി ഹണ്ട് എന്ന സിനിമ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ജനുവരിയിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജോർജ് ജോർജ്, സാഗർ സൂര്യാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു മാസ് മൂവിയാണ് പണി. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതാ പണി എന്ന സിനിമയുടെ OTT സോണി ലീവ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസത്തിൽ സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഒരു മാസത്തിൽ ഒരു സിനിമ മാത്രമേ സോണി ലീവ് പുറത്തുവിടുകയുള്ളൂ. ബോഗൻവില്ല ഡിസംബറിൽ റിലീസാക്കി. ജനുവരിയിലായിരിക്കും പണി എന്ന സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 1 പണി സിനിമ റിലീസാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.